ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനങ്ങളുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ഒരു ഉത്സവമാണ്. ഈ ക്രിസ്മസിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് കേരളത്തിൽ ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, ശ്രീ ജോസ് കെ മാണി സാറിനാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു ഗിഫ്റ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് അധിക്ഷേപങ്ങളും ഒരുപാട് എതിർപ്പുകളും എല്ലാ വശത്തു നിന്ന് വന്നിട്ടും അതിനെ വാക്കുകൾ കൊണ്ട് നേരിടാതെ ക്ഷമയോടെ കാത്തിരുന്ന് വിജയത്തോടെ മറുപടി പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ ജോസ് കെ മാണി. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ശ്രീ ജോസ് കെ മാണി. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. UDF പറയുന്നു അവരുടെ വോട്ട് ബാങ്ക് കട്ടെടുത്ത് നേടിയ വിജയമെന്ന്, LDF പറയുന്നു അവരോടൊപ്പം ചേർന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന്. താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതാരുടെയും കട്ടെടുത്തതുമല്ല, യോജിപ്പും കൊണ്ടുമല്ല. പക്ഷേ പ്രധാനമായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്ന മാണിസാറിൻ്റെ രാഷ്ട്രീയമാണ്. മാണിസാറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം പ്രത്യേകിച്ച് ഒരു ജനവിഭാഗമുണ്ട്, കർഷകരുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയ നിലപാടിനെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു മുന്നണി ഞങ്ങളെ പുറത്താക്കിയത്, അല്ലെങ്കിൽ UDF ഞങ്ങളെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്വതന്ത്രമായ ഒരു നിലപാടെടുത്തു. ഒരു 2-3 മാസക്കാലം സ്വന്തം നിലപാടെടുത്തു. നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങളുടെ ആ ആശയത്തോട്, സമീപനോട് ചേർന്ന് നിൽക്കുന്ന, അതിന് അനുകൂലമായ നിലപാടെടുത്ത ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഘടകകക്ഷിയായി. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാട്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട്, മാണിസാറിൻ്റെ രാഷ്ട്രീയത്തെ സംരക്ഷിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനോടൊപ്പം ജനങ്ങൾ നിന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു പക്ഷേ UDFൽ തന്നെ ഇപ്പോൾ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി സാറിൻ്റെ വ്യക്തിപ്രഭാവം നമുക്കറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ മൊത്തമായി തന്നെ താങ്കൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UDF ഒരു പക്ഷേ പറയുകയാണ്, ഒരു പക്ഷേ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇതിലും വലിയൊരു വിജയം ജോസ് കെ മാണിക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയായിരിക്കും താങ്കൾ കൊടുക്കുക? അല്ല, ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര വിജയമോ പരാജയമോ എത്ര സീറ്റോ എന്നുള്ളതല്ല. തീർച്ചയായും അതൊരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജനപിന്തുണ ആയിരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ ആ ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. രാഷ്ട്രീയ നിലപാട്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട്, കേരള കോൺഗ്രസ് അടിസ്ഥാനമായ കർഷകരാണ്. ആ കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം അല്ലെങ്കിൽ ഭരണത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം മാണിസാർ തന്നെ ബഡ്ജറ്റിൽ കൂടെ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ, ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ സാമൂഹികക്ഷേമ പദ്ധതികൾ ഈ കഴിഞ്ഞ ഒരു 40 വർഷക്കാലം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സാമൂഹികക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയും, മാണിസാർ എന്ന് പറയും. കാരണം ഇത് എടുത്തു നോക്കിയാൽ ഇന്നിപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ത്രിതല പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം എടുത്താൽ അവിടെ സാധാരണക്കാരായി വരുന്നവരെന്തൊക്കെയാണ്? അവരുടെ ക്ഷേമ പദ്ധതികൾ എടുത്ത് വിധവാ പെൻഷൻ ഉണ്ടായിരിക്കും, അവിടെ വികലാംഗ പെൻഷനുണ്ട്, കർഷക പെൻഷനുണ്ട്, കർഷക തൊഴിലാളി പെൻഷനുണ്ട്. ഇങ്ങനെയുള്ള വേതനങ്ങൾ മുഴുവൻ ഒരു ഘട്ടത്തിൽ അത് കേരള കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ ആവിഷ്കരിച്ച പദ്ധതികളാണ്. അപ്പോൾ അതാണ് നമ്മുടെ രാഷ്ട്രീയം. നമ്മുടെ സാധാരണക്കാരെ പരിരക്ഷിക്കുക. അതോടൊപ്പം തന്നെ കർഷക സമൂഹത്തിൽ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കർഷകരാണ്, അവർക്ക് വേണ്ടി നിലനിൽക്കുക. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഒരു അജണ്ടയുടെ ഭാഗമായി തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ ആ പ്രസ്ഥാനത്തെ, ആ രാഷ്ട്രീയത്തെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം പല കാര്യങ്ങളും ഞങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്നതിന് ശേഷം ഞങ്ങളുടെ തന്നെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോ പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് കഴിഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇടതുപക്ഷം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരുപക്ഷെ കർഷകരുടെ കാര്യം ഒഴിച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോക്കുകയാണെങ്കിൽ ആശയപരമായി വലിയൊരു സാമ്യത കേരള കോൺഗ്രസും CPM തമ്മിലില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നു? അല്ല, അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ 40 വർഷം ഒരു മുന്നണിയോടൊപ്പം നിൽക്കുന്നു. ആ 40 വർഷം ഒരു മുന്നണിയോടൊപ്പം നിന്ന് കഴിഞ്ഞതിന് ശേഷം, ഒരു കുടുംബത്തിൽ നിന്നതിന് ശേഷം അവിടുന്ന് പുറത്താക്കി മറ്റൊരു മുന്നണിയിലേക്ക് ഭാഗമാകുമ്പോൾ ഞങ്ങളുടെ ആ രാഷ്ട്രീയ നിലപാട് എത്രമാത്രം അതുമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഞങ്ങൾ മുന്നോട്ട് വെച്ചു. മുന്നണിയുമായിട്ട് ചേരുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ, ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യങ്ങൾ, ആ സംവരണം എന്ന് പറയുന്നത് അത് നമുക്ക് പാർലമെൻറ്റിൽ ആ നിയമം പാസ്സാക്കിയതിന് ശേഷം ആ നടപടി എടുക്കേണ്ടതും അതിനകത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം സംസ്ഥാന സർക്കാരാണ്.
മറ്റ് സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, പല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ കേരള സംസ്ഥാനത്ത് അതിനൊരു ഇച്ഛാശക്തി കാണിച്ചത് ഇടതുപക്ഷമാണ്. അവിടെയും അതിനെ എതിർത്തത് ആരാണ്? അത് UDF ആണ്. പക്ഷേ ഇത് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനം അവിടെ ഒരിക്കലും സംവരണം ലഭിക്കാത്ത പാവപ്പെട്ടവർക്ക് സംവരണം ലഭിക്കണം. പക്ഷേ ഇത് പറയുമ്പോഴും 1% പോലും സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറയാനും പാടില്ല. അത് നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോയത്. അതിനെ എന്തിനാണ് എതിർക്കുന്നത്? അപ്പോൾ ഇത് ഈ പറയുന്ന ഞങ്ങളുടെ ഒരു നിലപാടാണ്. അത് നമ്മുടെ സമൂഹത്തിലെ ഒരു സാമൂഹ്യ വിഷയമാണ്. ആ സാമൂഹ്യ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞു. ഇപ്പം കർഷകരുടെ കാര്യം എടുത്തു. എപ്പോഴും നമ്മൾ പറയാതെ ഒരു ക്ഷേമനിധി ബോർഡ് നമുക്ക് നിലവിൽ വന്നു. ഇപ്പോൾ അത് മാത്രമല്ല, കർഷകർക്ക് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ സമരം നടത്തുന്നു. ആ സമരം നടക്കുമ്പോൾ ഈ പുതിയ നിയമം വരുമ്പോൾ നമുക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില ഉണ്ടാകില്ല. പക്ഷെ അത് നമുക്ക് ആവശ്യമാണ്. കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടത്, പക്ഷേ സംസ്ഥാന സർക്കാർ തീർച്ചയായും നിലപാടുകളുടെ ഒരു വിജയമെന്ന് തന്നെ ഇതിനെ കണക്കാക്കാം. പക്ഷേ താങ്കളുടെ ഇതിനു മുമ്പുള്ള പല ഇൻ്റർവ്യൂസിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, താങ്കൾ ഒരുപാട് ഹൈറാർക്കിയിൽ വിശ്വസിക്കുന്ന, അതായത് ഒരു അധികാര ശ്രേണിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു സീനിയോറിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാകാം, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് PJ ജോസഫ് എന്ന സീനിയർ പൊളിറ്റീഷ്യൻ ഒരു അവസരം കൊടുത്തില്ല, എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ അതിനെന്ത് മറുപടി ആയിരിക്കും ശ്രീ ജോസ് കെ മാണി? ഞാൻ ഒരിക്കലും ഒരു അധികാരത്തിന് വേണ്ടി പോകുന്നയാളല്ല. ഒരു അധികാരത്തിന് വേണ്ടി പോകുന്നയാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മാറുന്നത്? ഞാൻ എന്തിനാണ് ഇപ്പോൾ രാജ്യസഭ രാജിവെക്കാൻ ഉദ്ദേശിച്ചത്? അതും ധാർമ്മികതയുടെ പേരിൽ ഞാൻ രാജിവെച്ചു. ലോക്സഭയിൽ കേരള സംസ്ഥാനത്ത് ഞാൻ അഹങ്കാരം പറയുകയല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മറ്റ് പ്രദേശങ്ങളിലെല്ലാം മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം വികസന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലത്തുകൊണ്ട് കോട്ടയം ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. അവിടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ മത്സരിച്ച് പരാജയപ്പെട്ടു, UDF സ്ഥാനാർത്ഥികൾ. അവിടെ തിരിച്ച് LDF നിന്ന് നമ്മൾ തിരിച്ചു പിടിച്ചു. ആദ്യത്തെ ഒരു 8-9-10 വർഷക്കാലം കൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ. ഇന്ന് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എടുത്ത് കഴിഞ്ഞത് നോളജ് ഹബ്ബാണ്, ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്. താങ്കൾ തന്നെ നിർമ്മല തന്നെ കോട്ടയത്ത് നിന്ന് അറിയാമല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്. അവിടെ നമ്മുടെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കാനുള്ള ശ്രമങ്ങൾ നടത്തു. 200 കോടി രൂപയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 2ാമത്തെ ബാച്ച് പാസ് ഔട്ട് ചെയ്തു. ഒരു ഗ്രാമത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇന്നൊരു മോഡലായി മാറി. ഇന്ത്യ രാജ്യത്ത് ഓൺ പ്രോപ്പർട്ടിയിൽ ബിൽഡിങ്ങിൽ വന്നിരിക്കുന്ന 2ാമത്തേതാണ്. ആദ്യത്തെ ഹൈദരാബാദിലാണ്. ഇപ്പോൾ നമുക്ക് സയൻസ് സിറ്റി വരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് കേന്ദ്ര വിദ്യാലയം, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, ഇവിടുത്തെ 150 കോടി രൂപയിൽ കൂടുതൽ റോഡുകൾ. ഇതെല്ലാം വന്ന ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എടുത്ത് മാറ്റുന്നു. തീർച്ചയായും അധികാരത്തിൻ്റെ ബന്ധം ഞാൻ ലോക്സഭയിൽ നിന്ന് നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ രാജ്യസഭ രാജിവെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ, മാണി മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ PJ ജോസഫ് സാറിനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ 5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം തൊടുപുഴയും 2 പ്രാവശ്യം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി കണ്ടു. എന്താണ് പറഞ്ഞത്? മാണി പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു. ഈ പാർട്ടിയുടെ ലീഡറാണല്ലോ എപ്പോഴും നമ്മളൊരു ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഹൂ ഇസ് ദ ലീഡർ? അദ്ദേഹം താങ്കൾ ലീഡറാകണം, PCF സാർ ചെയർമാനാകണം. ഇതാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും സ്ഥാനം എനിക്ക് വേണം എന്ന് ഞാൻ സൂചിപ്പിച്ചില്ല. അപ്പോൾ അവിടെ വരാൻ പോകുന്നത് എന്ത് ചോദിച്ചാൽ, ഇതിന് ശേഷം മാണി ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് പതുക്കെ നമ്മൾ കാണുവാൻ കഴിഞ്ഞത് ഈ പ്രസ്ഥാനത്തിനെ പതുക്കെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. എന്നാണോ പാർട്ടി ലീഡറിന് അല്ലെങ്കിൽ മാൻസാറിന് അസുഖമാണെന്ന് അറിഞ്ഞു, അതിനുശേഷം ടോട്ടൽ പ്ലേറ്റ് തിരികെയാണ്. രാജ്യസഭ വന്നപ്പോൾ ഈ രാജ്യസഭയിലേക്ക് മാണിസാറോ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ അവിടെ കാണുമെന്ന് പാർട്ടിക്കകത്ത് വലിയ ആശയക്കുഴപ്പമായി. എന്തിനാണ് എന്നെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുവരണം? ലോക്സഭ ഒഴിപ്പിച്ചിടണം. ഞാൻ രാജ്യസഭ വേണമെന്ന് പറഞ്ഞു. ലോക്സഭ വന്നപ്പോൾ താങ്കൾക്കറിയാം, ഇവിടെ എല്ലാം ഈ പറയുന്ന ആദ്യമേ 2 ലോക്സഭ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കോട്ടയമാണെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലോക്സഭ വേണമെന്ന്. പക്ഷേ ലോക്സഭയുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എപ്പോഴും ഉണ്ട്. ലയന സമയത്ത് 2010 അത് ശ്രീ PJയോടൊപ്പം നിൽക്കുന്ന ആ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹത്തിനും ഞങ്ങൾക്കുണ്ടായിരുന്ന എമ്മിനുണ്ടായിരുന്ന ആ സ്ഥാനങ്ങളെല്ലാം
എമ്മിനുള്ളതാണെന്നും ലോക്സഭയും രാജ്യസഭയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാനൂരും പിന്നെ ചങ്ങനാശ്ശേരിയും പാലായും ഒക്കെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത അങ്ങനെ ഒരു ധാരണ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചു. അതിനുശേഷം നിയമസഭ, പാലായുടെ നിയമസഭ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും, അത് UDFനെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും ഞങ്ങൾക്കൊക്കെ വേദനയുണ്ടായ കാര്യം. കാരണം 50 വർഷക്കാലം ഒരു നിയമസഭയെ പ്രതിദാനം ചെയ്ത മാണി സാറിൻ്റെ ഈ നിയോജകമണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ലെറ്റർ എഴുതുന്നു. ആരെഴുതുന്നത്? മാണി സാറിൻ്റെ മരണത്തിന് ശേഷം വർക്കിംഗ് ചെയർമാനായ ശ്രീ PJ എഴുതുന്നു. ഈ വരുന്ന പാലായിലെ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനാർത്ഥി ഇല്ലെന്നും അതുമാത്രമല്ല ചിഹ്നം 2-ൽ ആർക്കും അലോട്ട് ചെയ്തിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാൻ പാടില്ലെന്നും വലിയൊരു വഞ്ചനയല്ലേ അത് എന്ന് പറഞ്ഞാൽ. ഇവിടെ മാണി സാറിന് ശേഷം കേരള കോൺഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് ഇനിയും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കൂടെ ലക്ഷ്യം അവരുടെ കൂടെയുള്ളവരും ചിലപ്പോൾ മുന്നണിയിലുള്ളവർ കാണും. അത് തുടങ്ങി. അതിനുശേഷം നമുക്കറിയാവുന്ന ഈ ഭവനം, ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ ഭവനം പോലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരു അജണ്ടയിൽ വെച്ചു. ഇവിടെ നിങ്ങളൊക്കെ അറിഞ്ഞോ എന്നറിയില്ല, പക്ഷേ ഇവിടുത്തെ പ്രാദേശിക പേപ്പറിൽ വന്നു. ഇവിടുത്തെ റെക്കോർഡ് എടുത്ത് നോക്കണം. മുനിസിപ്പാലിറ്റിയിൽ എന്താണ് അദ്ദേഹം ചെയ്തതെന്നറിയാമോ? മാണി സാറിൻ്റെ ഈ ഭവനം ഗവൺമെൻറ് ഏറ്റെടുത്ത് മ്യൂസിയം ആക്കണം. എന്തിനാ? ഇത് ഇനി ഈ ഒരു പ്രസ്ഥാനമോ ഈ കുടുംബമോ ഈ മാണി സാറിനുള്ള പേരോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇല്ലാന്ന് വെച്ചാൽ അവിടെയാണ്, അല്ലാതെ ഒരു അധികാരത്തിന് വേണ്ടിയോ. പക്ഷെ അങ്ങനെ വന്നപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇത് നിലനിർത്തണം, ഇതിനെ സംരക്ഷിക്കണം. തീർച്ചയായും. ഒത്തിരി അധ്വാനത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിന് വളർത്തിയെടുത്തതാണ്. അവിടെയാണ് നമ്മൾ രംഗത്ത്. അതെ. പക്ഷെ തീർച്ചയായും പക്ഷെ അതിൻ്റെ അകത്ത് ഒരു വസ്തുത മാറാതെ നിൽക്കുന്നത്, ഈ സിനർജി നൽകുന്ന ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നഷ്ടമായില്ല. കാരണം ഒപ്പം നിൽക്കുമ്പോൾ ഉള്ളതുപോലെ അല്ല വിഭജിച്ച് കഴിഞ്ഞാൽ. അത് തീർച്ചയായിട്ടും അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഭജനം വന്നപ്പോൾ കൂടുതൽ നഷ്ടം ഈ ഇലക്ഷനിൽ തീർച്ചയായും PJ ജോസഫിന് വന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് താങ്കളെ എഫക്റ്റ് ചെയ്തിട്ടില്ലേ? അല്ല, താങ്കൾ പറഞ്ഞ പോലെ ഒന്നിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായും ശക്തിയുണ്ട്. വളരാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഒന്നിച്ച് നിന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവെട്ടിക്കളയാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് കൂടെ നിൽക്കുന്നവരും ആ മുന്നണിയുടെ ചില ശക്തികളും കൂടെ നിന്ന് അദ്ദേഹത്തിനെ ഇൻസ്ട്രുമെൻ്റാക്കി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് അവിടുത്തെ ചോദ്യം. തീർച്ചയായും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കെല്ലാം സങ്കടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. എത്രയോ ത്യാഗം ചെയ്താണ് 2010 ഒരു പക്ഷേ 2010 PJ അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ് വിഭാഗം അവിടെ പല വിമർശനങ്ങളും ആ ഘട്ടത്തിൽ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, ചില ആരോപണങ്ങൾ വന്ന ആ ഘട്ടത്തിൽ ആ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് പല ആളുകളും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല ഇത് ഒന്നിക്കണമെന്ന് പറഞ്ഞു. ഒന്നിച്ചു. ത്യാഗം നമ്മൾ ഒത്തിരി ചെയ്തു. എന്താണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലവട്ട സ്ഥാനങ്ങൾ പോയി, പല കാര്യങ്ങളില്ലാതെയായിപ്പോയി, അവർക്കൊക്കെ വിഷമം. എങ്കിലും ഒരു ലാർജർ ഇൻട്രസ്റ്റിൽ നമ്മൾ ഒന്നിച്ചു. പക്ഷെ ഒന്നിച്ചതിന് ശേഷം യഥാർത്ഥ ഒരു ഒന്നിപ്പല്ല നടന്നത്. ഞാൻ പറഞ്ഞല്ലോ 2014 കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ലക്ഷ്യത്തോടു കൂടി ചില ശക്തികളുടെ കൂടെ നിന്നു എന്നതാണ്. ഓക്കെ. ഒരുപാട് റൂമേഴ്സ് മുസ്ലിം ലീഗിനെ സറൗണ്ട് ചെയ്തിപ്പോൾ ഉണ്ട്. അതായത് കേരള കോൺഗ്രസിനെ പുറത്താക്കിയതിൽ ഒരു പക്ഷേ ഒരു ഇൻസൈഡ് പ്ലേ നടന്നിട്ടുണ്ടോ, അതിന് മുസ്ലിം ലീഗാണോ ഉത്തരവാദികളെന്ന് പലരും ഒരു ഊഹാപോഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അങ്ങനെയുള്ള ഒരു ചർച്ചയോ അങ്ങനെയുള്ള ഒരു ചിന്തയോ എനിക്കില്ല. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ തകർക്കുവാൻ UDFിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് ചില ശക്തികളുണ്ട്. അത് മാണി സാർ തന്നെ 2016 ചരൽക്കുന്നിൽ വെച്ച് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസ് പാർട്ടി, അതിന് ചില ശക്തികൾ, ചില നേതാക്കന്മാർ, അതിന് പ്രത്യേക ഫോഴ്സുണ്ട്, പ്രത്യേകം ഫണ്ടുണ്ട്, പ്രത്യേകം സ്ഥാനാർത്ഥികളെ അതിൻ്റെ ഇടയ്ക്ക് റിബലായിട്ട് നിർത്തും. അപ്പോൾ അത് ഉള്ളതായിട്ടുള്ളൊരു, അത് പ്രത്യക്ഷമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കൃത്യമായി മാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ആ ഗൂഢാലോചനയിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രേ ആയിട്ട് കേരള കോൺഗ്രസ് മാറി എന്നുള്ളത് സത്യമാണ്. ഓക്കെ. നമ്മൾ KM മാണി സാറിൻ്റെ പോലെ ഒരു ക്രിസ്ത്യൻ സർക്കിളിൽ
റെപ്രസെൻറ്റേഷൻ ജോസ് കെ മാണിക്ക്, ശ്രീ ജോസ് കെ മാണിക്ക് ഇല്ല എന്ന് പലരും പറയുന്നു. അതായത് നമ്മൾ പള്ളികളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അതോറിറ്റീസിലുള്ളവരെ കാണുന്നില്ല, ആ രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കുറവായി എന്ന് ആളുകൾ പറയുന്നു. അതൊരു അതിശയമായിട്ട് ഒരു പക്ഷേ കരുതാം. പക്ഷേ അതിനോട് താങ്കളുടെ മറുപടി എന്തായിരിക്കും? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന്. സഭ എന്താണ് ചെയ്യുന്നത്? ഒന്ന്, താങ്കളുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും റെപ്രസെൻറ്റേഷൻ പൊതുവെ കുറഞ്ഞു എന്ന് കരുതപ്പെടുന്നു. ഒരു പക്ഷേ സൗണ്ട് ബൈറ്റ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ വിഷ്വൽസിൽ കാണുന്നില്ല എന്നതാകാം ഒരു കാരണം. അല്ല, ഇപ്പം അതിനകത്ത് ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അവിടെ പോയി ഒരു ഫോട്ടോ എടുത്ത് പുറത്ത് ഒരു പബ്ലിസിറ്റിക്ക് കൊടുക്കൂ എന്നുള്ളതല്ലല്ലോ. സഭ ഏത് നിലപാടെടുക്കുന്നു? സഭ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ സഭയ്ക്ക് ഒരു നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? സാമൂഹിക വിഷയങ്ങൾ എവിടെയാണോ ആ വിഷയങ്ങൾ സഭ ഇടപെടാറുണ്ട്. അതിന് പരിഹാരം കാണണം. നമ്മുടെ ജനസമൂഹത്തിലെ ഏറ്റവും കൂടുതലുള്ള കർഷകരുടെ വിഷയങ്ങളുണ്ട്, അതിന് പരിഹാരം കാണണം. ആ വിഷയത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ, ഏത് മുന്നണിയാണോ, ആരാണോ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയുന്നത് അവരോടൊപ്പം, ആ നിലപാടിനോടൊപ്പം സഭ നിൽക്കും. അത് പ്രധാനമാണ്. അപ്പോൾ അതാണ് ഏറ്റെടുക്കേണ്ടത്. പിന്നെ ഇത് നമ്മൾ ആ സഭയായിട്ട് ബന്ധപ്പെടുമ്പോഴും സഭയായിട്ട് സംസാരിക്കുമ്പോഴും അത് ക്രൈസ്തവ സഭ മാത്രമല്ല, എല്ലാ മതങ്ങളും, കേരള സംസ്ഥാനത്തുള്ള വിവിധ മതങ്ങളുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള നല്ലൊരു റാപ്പോർട്ടിൽ തന്നെയാണ്. അതിനൊന്നും ഞാനൊരു പബ്ലിസിറ്റിയോ പുറത്ത് ലോകത്തെ അറിയിക്കേണ്ട കാര്യമോ ഇല്ല. അത് അറിയിക്കുന്നത് ശരിയാണ്. ചിലവരൊക്കെ പോകുമ്പോൾ ചാനലുമായിട്ട് പുറകെ വിളിച്ചു വരുത്തി പോകുമായിരിക്കും. എനിക്ക് ആ സ്വഭാവമില്ല. ഈ അടുത്ത നാളിലും ഞാൻ കണ്ടു പലരും പല സമുദായത്തിന് നേതാക്കന്മാരെ കാണുവാൻ പോയപ്പോൾ ചാനലിലെ വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ അടുത്ത് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ആ രീതിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സഭയ്ക്കറിയാം, അല്ല കമ്മ്യൂണിറ്റിക്ക് അറിയാം, അല്ല എല്ലാ മതവിഭാഗത്തിനും അറിയാം, ഞങ്ങൾ കേരള കോൺഗ്രസ്, ജോസ് കെ മാണി എന്നുള്ളതല്ല, ജോസ് എത്ര മാത്രമാണ് അവരുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഇവരൊന്നും ഇനി ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അവർക്ക് ഓരോ മേഖലയിലും അവരുടേതായ ചില നിലപാടുകൾ, ആ നിലപാടുകൾ എന്ന് പറയുന്നത് സാമൂഹിക വിഷയങ്ങളാണ്. ആ സാമൂഹിക വിഷയങ്ങളിൽ അവരുടെ ആ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്നു. അതിലിടപെട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്, മാൻസാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും 40 വർഷത്തെ 4 പതിറ്റാണ്ടിൻ്റെ ഒരു ബന്ധമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു കോംപ്രമൈസിന് ഒരു വിളി വന്നാൽ, ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, താങ്കൾക്കും ശ്രീ കെ മാണി സാറിനും ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടമല്ല എന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്, ഒരു വിളി വന്നാൽ, നിലപാടൊന്നത് പോട്ടെ, 2 മാസത്തെ ബന്ധവും 40 വർഷത്തെ ബന്ധവും എന്നത് കണക്കാക്കുമ്പോൾ തിരിച്ചു പോകാൻ ഒരു അവസരമുണ്ടെങ്കിൽ? ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, താങ്കൾ തന്നെ പറഞ്ഞു. അതെ, അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും വന്നാൽ ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രസ്ഥാനത്തിൻ്റെ തല വെട്ടിക്കളയാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇപ്പോഴല്ല, അത് ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഇങ്ങനൊരു ചോദ്യം ചോദിച്ച്, താങ്കൾ 2014 തുടങ്ങിയതാണ്, മാണി സാർ 50 വർഷം പൂർത്തിയായി. 50 വർഷത്തിൽ പൂർത്തിയായതിനു ശേഷം എന്ന് പറഞ്ഞാൽ പാലാ നിയമസഭയിൽ 50 വർഷം വിത്തൗട്ട് ബ്രേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നിയമസഭയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ്. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എല്ലാവരും ഒരു സ്വീകാര്യനായ ഒരു നേതാവായി മാറി. പലരും പറഞ്ഞു, BJP പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, ഇടതുപക്ഷം പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിയാകാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ്. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചുമില്ല, അതിനെപ്പറ്റി ആലോചിച്ചില്ല. പക്ഷേ പലവർക്കും ഡൗട്ട് തോന്നി പലവട്ടണം. അങ്ങനെ തുടങ്ങിയ ഒരു ആരോപണം നിങ്ങൾക്കറിയാം, ഞാൻ 2014 ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലായ്മ ചെയ്യാൻ, ഒരു പ്രസ്ഥാനത്തിനെ ഇടയനെ അടിച്ച് ആടിനെ ചിതറിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ. തീർച്ചയായും. ഇനി രാഷ്ട്രീയം അല്പം വിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഒരുപാട് ആളുകൾക്കും അറിയാത്ത കാര്യങ്ങൾ, കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ഇതേ ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷെ താങ്കൾ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ജോസ് കെ മാണി എന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെ, ഏത് ഫീൽഡിൽ കാണുമായിരുന്നു? ഞാൻ എൻ്റെ MBA കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രൊഫഷണൽ ഫീൽഡായിട്ട് ഞാൻ എൻ്റെ ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഞാൻ ജോലിയിലായിരുന്നു. ആൻഡ് ഐ വാസ് ഡൂയിങ് വെൽ ഓൾസോ. അതിനകത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ ഞാൻ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളാണ്. ഞാനിപ്പോൾ മൂവ് ചെയ്ത് ഇപ്പം മുന്നോട്ട് നീങ്ങുമ്പോഴും ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും ഞാൻ അഹങ്കരിക്കുന്നില്ല, ഞാൻ അഹങ്കരിക്കുകയില്ല. ഇതെല്ലാം അത് ദൈവനിശ്ചയമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്.
എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു തീരുമാനം എടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോയേനെ. എന്തായാലും ഒരു 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 കാര്യമുള്ളത്, ഏത് ഫീൽഡിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, പൊതുപ്രവർത്തനത്തിലാകട്ടെ, സാംസ്കാരിക മേഖലയിലാകട്ടെ, മറ്റേതെങ്കിലും പ്രൊഫഷനാകട്ടെ, യു പുട്ട് ഒരു മാക്സിമം ഔട്ട്പുട്ട് പോസിറ്റീവായിട്ടിടുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ്ഫുള്ളായിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും. ഒരു പക്ഷേ MBA ഫീൽഡിലുണ്ട്, താങ്കളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പൊതുവെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. വേർ ഡു യു സീ യുവർ സെൽഫ് 10 years ഫ്രം നൗ? 10 വർഷത്തിന് ശേഷം ജോസ് കെ മാണി എന്ന വ്യക്തിയെ എങ്ങനെ, ഏത് പൊസിഷനിൽ താങ്കൾ കാണും? ഞാനൊരു പൊസിഷനും ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഇപ്പോൾ യു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ മറ്റൊരു പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ ഐ മൈറ്റ് സേ ദാറ്റ്. ഞാനിപ്പോൾ ഒരു ഏതാണ് ഒരു മാർക്കറ്റിംഗ് ഫീൽഡോ അല്ലെങ്കിൽ വേറെ ഒരു പ്രൊഫഷനാണെങ്കിൽ ഐ വിൽ സേ ദാറ്റ്. പക്ഷേ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഞാനൊരു പൊസിഷനും ഞാൻ നോക്കിയോ അല്ലെങ്കിൽ കണ്ടോ അല്ല മുന്നോട്ട് പോകുന്നത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് പീപ്പിൾ ഗീവ് യു ദ പൊസിഷൻ. അത് ജനങ്ങളാണ് നൽകുന്നത്. ആ നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു എൻവിസേജ് ചെയ്ത് ഇന്ന സ്ഥാനം ഇന്നതാണ് എന്ന് നോക്കിക്കണ്ടല്ല ഒരിക്കലും പോകുന്നത്. അത് ഇന്ന് അപ്പ് കാണും, നാളെ ഡൗൺ കാണും, വീണ്ടും അപ്പ് വരും, ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്ര മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ, സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുമോ, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ചെയ്തു കൊടുക്കാൻ കഴിയുക. ദെൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻവിസേജ് ചെയ്യുന്നതിനേക്കാൾ, താങ്കൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്ല, കാണുന്നതിനേക്കാൾ ഐ ഹോപ്പ് യു സീ മീ മുകളിലായിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചെന്നെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം ഒരുപാട് പേർ താങ്കളുടെ പൊളിറ്റിക്കൽ എൻട്രി പോലെ തന്നെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു സംശയം, ഇപ്പോഴും ആ ഒരു സംശയത്തിന് നിഴൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നിഷ ജോസ് കെ മാണിയുടെ ഒരു പൊളിറ്റിക്കൽ എൻട്രി. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം താങ്കളെപ്പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ MBA എടുത്ത് ഒരു ഓഥറാണ്, ഒരു ട്രെയിൻഡ് ലൈഫ് ഗാർഡാണ്, ഒരു സോഷ്യൽ വർക്കറാണ്, ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ ഒരു എൻവയോൺമെൻറ്റലിസ്റ്റാണ്, 3 കുട്ടികളുടെ അമ്മയാണ്, ഒരുപാട് കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ മെൻറ്ററാണ്. അങ്ങനെ എല്ലാ രീതിയിലും പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായും രാഷ്ട്രീയത്തിൽ എത്തിയില്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിന് ഒരു നഷ്ടമല്ലേ? ഒരിക്കലുമല്ല. ഓരോരുത്തർക്കും ഓരോ ഫീൽഡുണ്ട്. അപ്പം ഈ പറയുന്ന, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ വർക്കുമായിട്ടും ചാരിറ്റി വർക്കുമായിട്ട് ഷി വാസ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു എൻട്രി ആവും എന്നുള്ളത്. ഇല്ല, ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പ്രോബ്ലി മച്ച് മോർ ദാൻ ദാറ്റ്. അപ്പോൾ ആ ഘട്ടത്തിലും ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻ്റെയും വിഗ് കൊടുക്കുന്നതും, അതോടൊപ്പം തന്നെ ബ്ലഡ് ഡൊണേഷനും, മറ്റ് പല രീതിയിലുള്ള സഹായവും, ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോഴും സഹായിക്കുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ അന്നേരം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റിക്സിൽ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം അറിഞ്ഞില്ല എന്ന് വരും. അപ്പം ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്സിലുള്ള ആ കുടുംബവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മീഡിയയും ആളുകൾ കാണും. അപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്നത് പൊതുപ്രവർത്തനം അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി അസോസിയേറ്റ് ചെയ്യുന്നത്, പൊളിറ്റിക്സുമായിട്ട് യാതൊരു താല്പര്യവുമില്ല, അതുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഐ ആം ഹാപ്പി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. വൺ വേ ഓർ അതർ ഈ പറഞ്ഞ പൊതുസമൂഹവുമായിട്ട് അവരുടെ ഒരു സഹായിക്കുവാനായിട്ട് ഒരു കൈത്താങ്ങായി പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ കുടുംബം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. തീർച്ചയായും. നമ്മൾ സിനിമകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ സിനിമയിലും ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അതിൻ്റെ സീക്വൽ വരുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ടത് ആഗ്രഹിക്കും. ഇപ്പോൾ ബാഹുബലി ഇറങ്ങിയ സമയത്ത് ബാഹുബലി 2 എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ബാഹുബലി ഡെലിവർ ചെയ്തു. KM മാണി വർഷങ്ങളായിട്ട് പാലായ്ക്കായിട്ട് ഡെലിവർ ചെയ്തു. ജോസ് കെ മാണിക്ക് അത് സാധിക്കുമോ? മാണി സാറുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ജോസ് കെ മാണിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സിലോ ഇന്ത്യൻ പൊളിറ്റിക്സിലോ മാണി സാറ് വേറൊരു വ്യക്തിത്വമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒരു ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ അതിൽ ഗുഡ് ആസ്പെക്ട്സ് ഉണ്ട്. ആ ഗുഡ് ആസ്പെക്റ്റ് നമ്മൾ ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവിടെ അദ്ദേഹത്തിന് ചെന്നെത്താൻ പറ്റാത്ത മേഖലകൾ കാണും, ഏരിയാസ് കാണും, ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലേക്കും കടന്നെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ ആ രാഷ്ട്രീയമുണ്ട്, ആ സംസ്കാരമുണ്ട്. പലതും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്.
അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതൊക്കെ മുന്നിൽ നിർത്തി തന്നെയാണ് ആ പാതയിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ. മാണി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നർമ്മത്തോടെയാണ് പറയുന്നതെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു പോകും, കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. ഇപ്പം മാണി സാർ പറയുന്ന കാര്യം, എനിക്ക് 2 ഭാര്യമാരാണ്, ഒന്ന് പാല, ഒന്ന് കുട്ടിയമ്മ ചേച്ചി. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈലേമ വന്നാൽ, 2-ൽ ഒരാളെ പിക്ക് ചെയ്യേണ്ടി വന്നാൽ നിഷ ജോസ് കെ മാണിക്ക് മേൽ പാലയെ പിക്ക് ചെയ്യുമോ? നിങ്ങൾ വലിയ കുടുംബ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അല്ല, മാൻസാറ് പറഞ്ഞത് എന്താണ്? മാൻസാറ് പറഞ്ഞ വലിയൊരു അർത്ഥമുണ്ട് അതിനകത്ത്. പലരും പറഞ്ഞിട്ടുണ്ട്, മാണി സാറിന് ഒരു ലോകമേ ഉള്ളൂ, ആ ലോകം പാലായാണ്. ബഡ്ജറ്റിലും അവതരിപ്പിച്ചതിന് ശേഷം ആക്ഷേപങ്ങൾ വന്നത്, മാണി സാറ് ഒന്നേ ഉള്ളൂ, ഒരു ലോകമേ ഉള്ളത് പാലായാണ്. അപ്പം മാണി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ രാജ്യം, എൻ്റെ ലോകം പാലായാണ്. പക്ഷെ അത് പാലായായിട്ടുള്ള ഒരു ആഭിമുഖ്യമാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം താഴെയാന്നില്ല. ഒരു ആഭിമുഖ്യമാണ്, ആ ബന്ധമാണ്, അതുപോലെ കാണുന്നതാണ്. എന്ന് പറഞ്ഞൊരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ലോകമാണ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സംരക്ഷിച്ച് ഏറ്റവും ഉയർത്തിക്കൊണ്ടുപോകേണ്ടതാണ്. അതേ തുല്യത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു അർത്ഥം മാത്രമേ അതിനകത്തുള്ളൂ. തീർച്ചയായും. താങ്കൾ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചാണ്, വീഡിയോ കോളിൽ നിഷ ജോസ് കെ മാണി വന്ന് പറയുന്നുണ്ട്, മാണി സാറിനെ പോലെ കുടുംബത്തോടൊപ്പം ഫാമിലി അല്ലെങ്കിൽ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫ് ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ജോസ് കെ മാണി സാറിനാവുന്നില്ല. അപ്പം അത് മുന്നോട്ട് വരുന്ന ഒരുപാട് യുവതലമുറയിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും? പേഴ്സണൽ ഞാനതാ പറഞ്ഞത്, ഈ മാണി അച്ചാച്ചൻ, ഞാൻ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. പലരും ചോദിച്ചു എന്തിനാ ഈ മാണി സാറെന്ന്. അത് പറയുന്നത് ജനങ്ങളുമായിട്ട് മാണി സാറിന് അസോസിയേറ്റ്, ഞാൻ കയറി ടൗണിൽ ഒരു പബ്ലിക്കായിട്ട് അച്ചാച്ച എന്ന് പറയുന്നില്ല അതിനകത്ത്. പക്ഷെ വീട്ടിനകത്ത് എപ്പോഴും അച്ചാച്ചൻ. അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്, ഞാൻ അച്ചാച്ചനെ പോലെ ആകാൻ ഒരിക്കലും അത് ആർക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും നമ്മുടെ രാജ്യത്തിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രത്യേക ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും ബാലൻസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ നിർമ്മൽ ഇവിടെ വന്നു, ഇപ്പോൾ മറ്റൊരു 2 വ്യക്തികൾ ഇവിടെയുണ്ട്. മാൻസാറും നിർമ്മലിനെ മാത്രം അറ്റൻഷനല്ല തരാൻ പോകുന്നത്, എല്ലാവർക്കും അറ്റൻഷൻ ഈക്വലാണ്. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. ഈ കുഡ് ബി ഒരു ഐ കോണ്ടാക്റ്റോട് കൂടിയായിരിക്കും, ഒരു സ്മൈലിലായിരിക്കും, ഇപ്പുറത്തൊരു പേര് വിളിച്ചായിരിക്കും, പക്ഷേ ഈ വിൽ അറ്റൻഡ് ഓൾ. അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഈ ലാവ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയെ വിളിക്കും, കുട്ടിയമ്മ എന്നാ ഉണ്ട്, ഇനി വന്നേ, ചായ കുട്ടിയമ്മയുടെ കിട്ടിയില്ല, വേറെ ചായ ഇപ്പോൾ കുടിച്ചതുകൊണ്ടായിരിക്കും പറഞ്ഞു. എനിക്ക് കുട്ടിയമ്മയെ ചായ എടുത്തതാ. ദാറ്റ് ഈസ് ടോട്ടലി എ ഡിഫറെൻ്റ് ആസ്പെക്റ്റാണ്. അപ്പം അത് ഇപ്പോൾ നമ്മുടെ മക്കൾ വരുമ്പോഴും അത് നിഷ വരുമ്പോഴാണെങ്കിലും മോളെ എന്ന് വിളിച്ച് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടാണ്. ഇപ്പം ഞങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമേ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, പല കാര്യങ്ങളും ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരേ സമയത്ത് ഇത് ഡീൽ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. അത് പതുക്കെ ഇൻകാൽക്കുലേറ്റ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ഇപ്പോഴത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങളായി പോകുന്നു, മത്സരങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് പണ്ട് ചാനലുകളില്ലായിരുന്നു, ഇപ്പോൾ ചാനൽ ഒരാളിപ്പം നമ്മളെപ്പറ്റി ആക്ഷേപിച്ച് അതിന് മറുപടി പറയാൻ പോകണം, ഇവിടെ വേറെ ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു വഴികാട്ടിയായി മത്സരനെ കാണുന്നുണ്ട്, അച്ചാച്ചനെ കാണുന്നുണ്ട്. തീർച്ചയായും. ഒരു പക്ഷേ അതായിരിക്കും ശ്രീ കെ എം മാണി ഇത്രയും വലിയൊരു മനുഷ്യനാകുന്നത് അല്ലേ. താങ്കളെക്കാൾ അധികം സമയം ഒരുപക്ഷെ ഫീൽഡിൽ സ്പെൻഡ് ചെയ്തു, താങ്കൾ അതിനോടൊപ്പം തന്നെ എത്തുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഫാമിലി ലൈഫും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. ക്രിസ്മസ് ആണ്, സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ്. ശ്രീ ജോസ് കെ മാണിക്കും ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടട്ടെ. ശ്രീ നിഷ ജോസ് കെ മാണി ഇപ്പോൾ സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയെയും 3 കുട്ടികളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജോസ് കെ മാണിയുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതിൽ കുട്ടികളെക്കുറിച്ച് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കാം, ഡീറ്റെയിൽസ് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ കുട്ടിയമ്മ ചേച്ചിയെ എല്ലാവർക്കും അറിയാം. നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ കുട്ടിയമ്മ ചേച്ചിയോട് ചോദിക്കാം. പാലാ ബൈബിൾ കൺവെൻഷൻ എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യുന്നതാണ്.
ഒരു വർഷം പോകുന്നതാണ്. അപ്പോൾ ഈ വർഷം സമയമാകുന്നു. ഇപ്പോൾ മാണി സാർ ഇല്ലാത്ത പൂർണ്ണ രണ്ടാമത്തെ കൺവെൻഷനാണ്. അപ്പോൾ അമ്മച്ചി അതിനെക്കുറിച്ച് 2 വാക്ക്. ഈ വർഷം പറ്റുമെങ്കിൽ പോകും ഞാൻ. പിള്ളേരാരെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ഓക്കെ, കുഞ്ഞുമാണി എന്ന് വിളിക്കുന്നു, ജോസ് കെ മാണി ജൂനിയർ. ഓക്കെ, ആ പേരിൽ തന്നെ എനിക്കൊരു ചോദിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും ജോസ് കെ മാണി ജൂനിയർ എന്ന് പേരിട്ടത് ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണോ? അല്ല, മോൻ്റെ പേര് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അത് പ്രിയങ്ക മൂത്ത മോളാണ്, ഋത്തിക രണ്ടാമത്തതാണ്. കുഞ്ഞു മാണിയാണെങ്കിലും അവൻ വലിയ മാണിയാണ്, പൊക്കം എന്നെക്കാളും ഉണ്ട് ഇപ്പോൾ പൊക്കം. അപ്പോൾ അവൻ കുഞ്ഞു മാണിയാണ്. അപ്പോൾ കുഞ്ഞുമാണി എന്ന് വിളിക്കുന്ന സ്നേഹത്തോടു കൂടി ചാച്ചൻ വിളിക്കുന്നതാണ്. അവൻ്റെ ഒഫീഷ്യൽ പേര് കെ എം മാണി തന്നെയാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് അവൻ്റെ പേര് അങ്ങനെ വന്നതേ ഉള്ളൂ. അമ്മച്ചിയുണ്ട്. അപ്പം നിഷയും ഇവിടെ പെട്ടെന്ന് വേറൊരു ഫാമിലി ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് വരാൻ പറ്റിയെങ്കിൽ വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഏതൊക്കെയാണെന്ന് കുഞ്ഞുമാണി ഇങ്ങനെ നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലെ അച്ചാച്ചൻ്റെ ഒരു ഡിയർ ആണല്ലോ. അപ്പോൾ ആ ഡിയർ വണ്ണായിരുന്നു. അപ്പം ഇങ്ങനെ അച്ചാച്ചൻ കാണുമ്പോൾ അവൻ അത്രയും ചെറുതാണെങ്കിലും അവനെ കുഞ്ഞുമാണി അച്ചാച്ചനെ എപ്പോഴും പലരും വിളിച്ചുകൊണ്ടുവന്ന് കുഞ്ഞുമാണി മരിങ്ങാട്ട് പള്ളിയിലും അതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കാം അച്ചാച്ചനും അങ്ങനെ വേറെ കുഞ്ഞുമാണി എന്ന് വിളിച്ചത്. അപ്പോൾ എല്ലാ മാണികളിലും ഏറ്റവും വലിയ മാണിയായി മാറി. അപ്പം പ്രിയങ്ക, ജോസ് കെ മാണി എന്ന പൊളിറ്റീഷ്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ജോസ് കെ മാണി എന്ന പപ്പയെക്കുറിച്ച് 2 വാക്ക്. പപ്പ ലൈക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഒരിക്കലും ഒരു പൊളിറ്റീഷ്യനായിട്ടല്ല വീട്ടിൽ വരുന്നത്. ആൻഡ് എപ്പോഴും ലൈക്ക് ഇപ്പം എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാനും എപ്പോഴും സമയം മാറ്റി വെക്കും. ആൻഡ് ഇങ്ങനെ എപ്പോഴും എല്ലാത്തിനും കൂടെ എപ്പോഴും ഉണ്ട്. തമാശയ്ക്കാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും TV-യിൽ കുറേ സിനിമാസൊക്കെ കാണാനാണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ എന്ന് പറയുമ്പം ആ ഒരു പൊളിറ്റീഷ്യൻ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ കാണുന്ന പോലെയല്ല. അതാണ് പൊളിറ്റീഷ്യൻ. ഭയങ്കര വെരി ലവിങ് ആൻഡ് കെയറിങ് ആൻഡ് ഭയങ്കര പുറത്തുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാം വേദനയും വിഷമവും പരാതിയും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ടോട്ടലി ഒരു ഡിഫറെന്റ് മാനായിട്ട് തന്നെ വരണം ഇതിനകത്ത്. അതെ അതെ. കുഞ്ഞുമാണി, ഞാനൊരു റൂമർ കേട്ടു. അതായത് കുഞ്ഞുമാണിക്ക് 18 വയസ്സ് തികയാൻ പോവുകയാണ്. അപ്പോൾ 18-ാം വയസ്സിൽ ഒരു ബൈക്ക് മേടിക്കാൻ പപ്പയുടെ അടുത്ത് 18 അടവും പയറ്റി നോക്കിയിട്ട് രക്ഷയില്ല എന്ന് പറയുന്നത് സത്യമാണോ? സത്യം. ഞാൻ 2 ദിവസം ഭയങ്കര പിണക്കം അടിയായിരുന്നു. ലെറ്ററൊക്കെ എഴുതി കൊടുത്തു, എനിക്ക് എന്തിനാ ബൈക്ക്, വൈ ഡു ഐ ഡിസേർവ് ഇറ്റ്. ഓക്കെ, ഞാൻ ഭയങ്കര സേഫായിട്ട് ഓടിക്കുന്നത്. എന്നാലും ഒന്നും ഏറ്റില്ല. 2 ദിവസം ഭയങ്കര അടിയും തരുന്നു. പക്ഷേ മാണി സാർ, നാട്ടുകാർക്ക് ഈ അവസ്ഥ വരുമോ? അവന് എപ്പോഴും ഒരു ഒക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രസൻറ്റ് വേണമെന്ന് പറയും. ചില സമയത്ത് ഒരു ഷൂസ് വേണം, കളിക്കാനുള്ള ഷൂസ്. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം 18 വയസ്സാവുന്നു. 18 വയസ്സായി കഴിയുമ്പോൾ എനിക്കൊരു ബൈക്ക് വേണം എന്ന് മോൻ പറഞ്ഞു. അവൾ ബൈക്ക് ചോദിക്കുന്നതിന് മുമ്പ് അവൻ നീട്ടിപ്പിടിച്ച് ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ബൈക്ക് അതിൻ്റെ വില കാര്യങ്ങൾ എല്ലാം എഴുതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനുണ്ട്, മേടിക്കാൻ പോവാണ്, അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്, ഓരോ കാര്യങ്ങൾ എഴുതി. അത് എഴുതിയിട്ട് നേരിട്ട് അവൻ എൻ്റെ തന്നില്ല. ഞാൻ മോളുടെ കൊടുത്തിട്ട് മോള് റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു ഒരു പേപ്പറിങ് എടുത്തതാണ്. ഞാൻ എൻ്റെ ഈ പറയുന്ന ബൈക്ക് തരുന്നില്ലാത്തതിൻ്റെ കാരണങ്ങൾ ഞാനിങ്ങനെ എഴുതി 3 പേജ് എഴുതി തരാം. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പണക്കമായി, ബഹളമായി, അടിയായി, ഇതൊക്കെയായി. പക്ഷെ അവസാനം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും. അപ്പോൾ അടുത്ത ചോദ്യം, 18 ആവുമ്പോൾ ഞാൻ ലൈസൻസ് എടുക്കുന്നതിന് ബൈക്ക് ഓടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തു, പക്ഷേ അത് സേഫായിട്ട് കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമുക്ക് ഓടിക്കാം, 4 വീലിനുള്ള ലൈസൻസ് എടുക്കട്ടെ. പക്ഷേ കോളേജ് തീരാറാകുമ്പോഴത്തേന് 3 ഇയേഴ്സ് കഴിഞ്ഞ് അന്നേരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാണ് ഇപ്പം സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പപ്പയുടെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഋതിക, കുഞ്ഞുമാണിയെ കുഞ്ഞു രീതിയിൽ പപ്പയൊന്ന് പറ്റിച്ചു. ഋതികയെ പറ്റിച്ചോ അതോ ഗിഫ്റ്റ് വല്ലതും മേടിച്ചു തന്നോ? ഗിഫ്റ്റ് മേടിച്ച് തന്നിട്ടില്ല. എൻ്റെ ഫോൺ കേടായി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ അപ്പൻ്റെ പഴയ ഫോൺ എനിക്ക് തന്നേക്കുന്നത്. അപ്പം പപ്പയ്ക്ക് അത് തിരിച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ ഫോൺ എനിക്ക് തരുവാണേ ഞാൻ അത് തിരിച്ച് തരാമെന്ന്. അപ്പം അത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ക്രിസ്മസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ആണല്ലോ. അപ്പോൾ കുഞ്ഞുമാണിയുടെ അങ്ങോട്ട് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ചോദിക്കുകയില്ല. ഓക്കെ, അവിടെ നിന്ന് പപ്പ മാറി പൊളിറ്റീഷ്യൻ ആയത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, പ്രിയങ്കയ്ക്ക് എന്താണ് ഗിഫ്റ്റ് കിട്ടിയത്? എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ ചോദിക്കുന്നത്. പയ്യെ കുറെ ചിലപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിമാൻഡ്സ് പ്ലേസ് ചെയ്യാറുള്ളൂ. പ്രിയങ്കയ്ക്കുള്ള ഒരു കുഴപ്പം ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഒക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യല. അത് അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകാൻ എനിക്കത് വേണം
അങ്ങനെ പലപ്പോഴും മേടിച്ചുകൊണ്ട് പോയി. ഇനി ക്രിസ്മസിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. അപ്പം അവസാനമായിട്ട് നിങ്ങൾ 3 പേരൂടെ, നിങ്ങളെ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾ കുട്ടിയമ്മ ചേച്ചിക്ക്, അമ്മച്ചിക്ക് എന്താണ് മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ്. അമ്മച്ചിക്ക് അമ്മച്ചിക്ക് എന്താ വേണ്ടത്? പിള്ളേരുടെ കയ്യിൽ നിന്ന് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? അല്ല, അമ്മ പറ. അമ്മച്ചിക്ക് എന്നാ വേണ്ട ഗിഫ്റ്റ് ആയിട്ട്? അമ്മച്ചിക്ക് മധുരമാണ് ഇഷ്ടം. മധുരം കഴിക്കാം, കുഴപ്പമില്ല. സാരി അങ്ങനെ അതിനെക്കാട്ടിലും ഇഷ്ടം മധുരം അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്താലും സന്തോഷമാവും. അതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത സന്തോഷമായിരിക്കും. അതിൽ കൂടുതൽ സന്തോഷം കുഞ്ഞുമാണിക്കാണ്. കാരണം അതിന്റെ ഒരു 3/4 ഭാവം അവന് തീർക്കാൻ പറ്റും. അപ്പൊ എന്നും അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കും. അതിനകത്ത് ഒട്ടുമുക്കാലും അവന് കഴിക്കാമല്ലോ എന്ന് ഓർത്തുണ്ട്. കുട്ടിയമ്മ ചേച്ചി, മാണി സാറില്ലാത്ത 2ാമത്തെ ക്രിസ്മസ് ആണ് ഇത്തവണത്തെ ക്രിസ്മസ്. അപ്പോൾ ഈ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഈ ക്രിസ്മസിന് മാണി സാറില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമുണ്ട് എനിക്ക്. പിന്നെ പിള്ളേരും ജോമോനും എല്ലാവരും ഉള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ കല്ലറയിലൊക്കെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കും. മരിച്ച ഡേറ്റിൽ ഒരാഴ്ചത്തേക്കിന് പോയി പ്രാർത്ഥനയൊക്കെ നടത്തും. ഓക്കെ. ക്രിസ്മസിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞു മാണിക്കൊരു ബൈക്ക് കിട്ടട്ടെ, പ്രിയങ്കയ്ക്ക് ഒരു ഫോൺ കിട്ടട്ടെ, ഋതികയ്ക്ക് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായി, പക്ഷേ എന്തെങ്കിലും കിട്ടട്ടെ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രീ ജോസ് കെ മാണിയിൽ നിന്നൊരു വലിയ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു വലിയ മെസ്സേജാണ്. എന്ത് മെസ്സേജാണ് 2021 കടന്ന് പോകുന്ന ജനങ്ങൾക്കായിട്ട്, കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് അങ്ങേക്ക് പ്രൊവൈഡ് ചെയ്യാം? അപ്പം നമ്മുടെ ക്രിസ്മസ് വരുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ക്രിസ്മസ് ന്യൂ ഇയർ വരുമ്പോൾ. കാരണം ഒന്ന് ഹോളിഡേ ആണ്, പിള്ളേരെല്ലാം ഒരുമിച്ച് കൂടുന്നു. ഞങ്ങൾ ഇപ്പം നിഷ തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ അതൊരു 2 ആഴ്ച മുമ്പ് തന്നെ അവിടെ ഒരു ക്രിബ് ഉണ്ടാക്കി, അതുകൂടാതെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കുഞ്ഞുമാണി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചിലപ്പം ഇച്ചിരി മടിയനാ, അവനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറമ്പിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ പറക്കി ചെടിയൊക്കെ പറക്കി കൊണ്ടുവന്ന് വെക്കും, മോളെ കൊണ്ടുവെക്കും, ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഞാൻ എന്നെയും കൊണ്ടും ചെറിയ പണി ചെയ്യിപ്പിക്കും. ഇതെല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്നു. അപ്പം അതൊരു കൂട്ടായ്മയാണ്. പക്ഷേ ഏതാഘോഷവും, അത് ക്രിസ്മസ് ആകട്ടെ ന്യൂ ഇയർ ആകട്ടെ, ഏതാഘോഷവും മനുഷ്യനെ പുതുക്കി പണിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ലോകവും അല്ലെങ്കിൽ ജനങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിനെ കൂടുതൽ നല്ലതാക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക, ഏത് ജോലിയാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ അതിനകത്ത് എന്തെങ്കിലും ഒരു നന്മയും കൂടെ കാണുക. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നല്ലൊരു നന്മ കാണുക. ആ നന്മ ഒരു പുതിയ ആശയം കൊണ്ടുവരിക. ആ നന്മ ആ സൊസൈറ്റിയെ ബെറ്റർ ആക്കുക. അത് ആ സൊസൈറ്റി നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തെ ബെറ്റർ ആക്കുക, നല്ല രീതിയിലേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പല ശീലങ്ങൾ കാണും. ആ ശീലങ്ങൾ നല്ല ശീലമാക്കി മാറ്റുക. ആ നല്ല ശീലങ്ങൾ മാറിക്കഴിയുമ്പോൾ അത് ഹാബിറ്റായിട്ട് മാറും. ആ ഹാബിറ്റ് പിന്നെ ഒരു സംസ്കാരമായി മാറും. ആ സംസ്കാരത്തിൽ, ഈ ശീലത്തിലും ഹാബിറ്റിലും സംസ്കാരത്തിലും നമ്മളെവിടെയും നന്മയുണ്ടാകും അതിലേക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, ഒരു മനുഷ്യനെ പുതുക്കി പണിയാനുള്ള ഒരവസരമായി ഈ ക്രിസ്മസും ന്യൂ ഇയറും മാറട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും, നമുക്കറിയാം, അതിങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് മാറി അടുത്ത വൈറസിലേക്ക് വന്നെത്തി. എങ്ങോട്ട് പോകുന്നു? വളരെ നമ്മളൊക്കെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യവും വികസിത രാജ്യങ്ങളും ഇപ്പോൾ വിറച്ച് നിൽക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫ്ലൈറ്റ് വരെ പതൊക്കെ വീണ്ടും ക്യാൻസലേഷനിലേക്ക് ചെല്ലും, എവിടെ ചെന്നെത്തും. അപ്പം തീർച്ചയായും നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു, സാധാരണക്കാരാഗ്രഹിക്കുന്നു. ഒരാൾ പോലും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഹെൽപ്പില്ലാതെ വിറച്ച് നിൽക്കരുത്. ആരെങ്കിലും ഒരാളൊരു കൈത്താങ്ങായി അവർക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ക്രിസ്മസ് സമയത്ത് എനിക്ക് കൊടുക്കാനുള്ളത്. വളരെ നന്മയുള്ളൊരു മെസ്സേജായിരുന്നു. വളരെ നന്മയുള്ളൊരു മനുഷ്യനുമാണ് എന്ന് കുട്ടികൾ, കുഞ്ഞുമാണി ഉൾപ്പെടെ ബൈക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള നന്മയുള്ള ലീഡേഴ്സിനെയാണ്. അപ്പം ഒരു സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് അത് ഡെലിവർ ചെയ്യാൻ സാധിക്കും. കെ മാണി എന്ന മഹത് വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു സീക്വലായിട്ട്, പവർഫുൾ ആയിട്ടുള്ളൊരു സീക്വലായിട്ട് ജോസ് കെ മാണി വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. ഒപ്പം തന്നെ 2021 ഒരു ഇലക്ഷൻ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിലൊരു മന്ത്രിയായി നമ്മളെ സേവിക്കാൻ ശ്രീ ജോസ് കെ മാണിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മെറി ക്രിസ്മസ് ടു എവ്രി വൺ ആൻഡ് മെറി ക്രിസ്മസ് ടു ഓൾ ദ വ്യൂവേഴ്സ്. താങ്ക് യു.
സെയിം ടു യു.